ഹെയർ ഫോൾ ഇഷ്യൂ അലട്ടുന്നുണ്ടോ നിങ്ങളെ? എങ്കിൽ അതിനുള്ളൊരു റെമഡി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇത് കഴിച്ചാൽ സ്വിച്ച് ഇട്ട പോലെ നിങ്ങളുടെ ഹെയർ ഫോൾ കുറയുമെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെയർ ഫോൾ കുറയും, മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഇതിനുള്ളൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാനിപ്പോൾ ഈ പറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ റെമഡി എന്ന് നോക്കിയാലോ? ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കറി ലീവ്സ് ആണ്, അതായത് നമ്മുടെ കറിവേപ്പില. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 പിടി കറിവേപ്പില വേണം. ആക്ച്വലി കറിവേപ്പിലയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസും കൂടെ നോക്കാം. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ഞാനിവിടെ 1 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജീരകം വേണം, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ ചെറിയൊരു പീസ് സവോളയും കുറച്ച് ഉപ്പും. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ജ്യൂസ് പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടണം. ഞാൻ അരച്ചപ്പം കുറച്ച് സവോളയൊന്നും നന്നായിട്ട് അരഞ്ഞിട്ടില്ലായിരുന്നു. ബട്ട് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് വലിയ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അല്ല. കറിവേപ്പിലയാണ് നമുക്ക് ഏറ്റവും ആവശ്യം. അത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഡ്രിങ്ക്. ഞാൻ ഇത് കുടിക്കാൻ പോവാണ്. ഇവിടെ മോൾഡീവ്സിൽ കറി ലീവ്സ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്കിത് എപ്പോൾ വേണേലും ഉണ്ടാക്കി കഴിക്കാം. പണ്ട് ഇതുപോലെ എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായിരുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയത്. ആൻഡ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഹെയർ ഫോൾ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. വീക്കിലി വൺസ് ആണ് ഞാനിത് യൂസ് ചെയ്യുന്നത്.